യേശുവിനെ വചനം വരുന്നത് അവൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവനിൽ മനുഷ്യരുടെ ജീവന്റെ വെളിച്ചമുണ്ടായിരുന്നു. യേശുവിലുള്ള വെളിച്ചം എന്താ? യേശുവിന് പിതാവിനെ അറിയുന്ന ഒരു അറിവുണ്ട്. അതാണ് ജീവൻ, അല്ലെങ്കിൽ അതാണ് ജീവന്റെ വെളിച്ചം. അതായത് അപ്പനെ മകൻ അറിയുന്ന ഒരു അറിവ്. ആ അറിവ് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എഴുതിയിരിക്കുന്നത്. അപ്പൊ യേശുവിന് പിതാവിനെ അറിയുന്ന ഒരു അറിവുണ്ട്, അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇരുൾ എന്താ? അപ്പം ഈ അപ്പനെ തനിക്കു വേണ്ടി സകലവും നൽകാതെ ആദമിനോട് ശത്രു പറഞ്ഞ, നീ ഇത് തിന്നുന്ന നാളിൽ നീ ആയിത്തീരുമെന്ന് പറഞ്ഞ, അവൻ ഓൾറെഡി ആയിരിക്കുന്നതിനെ അവന്റെ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കാൻ അവന്റെ മനസ്സിനെ കോട്ടിക്കളഞ്ഞ ആ അനുഭവം ഉണ്ടായപ്പോൾ അവനിൽ സംഭവിച്ചതാണ് ഇരുള്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ, സോയെ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. സോയെ, നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് എന്നാ? എന്നെയും എന്നെ അയച്ച പിതാവിനെയും യേശുക്രിസ്തു അറിഞ്ഞ പിതാവിനെ അറിയുന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ മരിച്ചു സ്വർഗത്തിൽ പോയി എന്തോ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനം, നമ്മൾ എടുത്ത് അനുഭവിക്കുന്ന ഒരു സാധനം അല്ല. എന്നെയും എന്നെ അയച്ച പിതാവിനെയും അറിയുന്നത് തന്നെ. അല്ലെങ്കിൽ യേശു സ്വർഗസ്ഥനായ പിതാവിനെ എങ്ങനെ അറിഞ്ഞോ അങ്ങനെ നാം അറിയുന്ന അറിവാണ് നിത്യജീവൻ.